ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു വീട് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ അവിടെ കൊടുക്കുന്ന കോളംസ് വളരെ സ്ട്രോങ് ആയിരിക്കണം. അതായത് കമ്പയർ ടു ദി ബീമിലൂടെയാണ് നമുക്ക് ലോഡ് കോളത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ബീമിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കോളംസ് ആയിരിക്കണം സ്ട്രോങ് ആവേണ്ടത്. അത് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിലെ ഒരു ഫേമസ് കോൺസെപ്റ്റ് കൂടിയാണ്. കാരണം നമുക്ക് നമ്മുടെ ലോഡ് ഒരു സ്ലാബിൽ നിന്ന് ബീമിലോട്ട് വന്ന് ബീമിൽ നിന്നാണ് കോളത്തിലോട്ട് വരിക. അപ്പോൾ പല സമയത്തും ചിലപ്പോൾ ലോക്കൽ കോൺട്രാക്ടറോട് നമ്മൾ ചോദിക്കുമ്പോൾ പറയും നമ്മൾ നല്ലപോലെ കമ്പി ഇട്ടിട്ടുണ്ട്, 16ന്റെ കമ്പിയാണ് 20ന്റെ കമ്പിയാണ് ബീമിൽ ഇട്ടിട്ടുള്ളത് പറയും. അതേ സമയത്ത് കോളം നമ്മൾ ചിലപ്പോൾ 20x20 അല്ലെങ്കിൽ 20x30 ഒക്കെ കൊടുത്തിട്ട് 12ൻ്റെയോ അല്ലെങ്കിൽ 16ന്റെ കമ്പിയാണ് ഇട്ടാലും കമ്പയർ ടു ബീമിൻ്റെ ഡെപ്ത് കൂടുതലായിരിക്കും, കോളംസ് ചെറുതായിരിക്കും. അങ്ങനെയൊക്കെ പല സ്ഥലത്തും ബിൽഡിങ് പോകുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എവിടെയായിരിക്കുന്നത് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി ജസ്റ്റ് ലൈക്ക് ആൻ എർത്ത് ക്വേക്ക് ഒക്കെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ബീം വളരെ സ്ട്രോങ് ആണ്, സ്ലാബ് ബീമിലോട്ടാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൻ്റെ ആ ഒരു സ്ലാബ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറ് വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കും. അതേസമയത്ത് ഈ ഒരു ലാറ്ററൽ ലോഡ് വരുന്ന സമയത്ത് കോളംസ് വീക്ക് ആയതുകൊണ്ട് തന്നെ അതിന് ഫെയിലിയർ ആദ്യം സംഭവിക്കും. അപ്പം എന്താണ് അതിൻ്റെ അപകടം? ആദ്യം ഫെയിലിയർ കോളംസിനാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ആ ഫ്ലോർ ഒന്നായിട്ട് ഇടിഞ്ഞ് ഒറ്റ അടിക്കായിരിക്കും താഴോട്ട് പോകുന്നുണ്ടാവുക. അത് ആ ഒരു ബിൽഡിങ്ങിലുള്ള ഓരോ ജീവനും അപകടപ്പെടുത്തുകയും ചെയ്യും. ടോട്ടൽ ഒരു കൊളാപ്സ് ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക. ഇനി നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ച് നോക്ക്. കമ്പയർ ടു കോളം വീക്കാണ് ബീമെങ്കിൽ എന്താ ഉണ്ടാവുക? ഒരു ലോക്കൽ ഫെയിലിയർ ആണ്. കാരണം ആദ്യം നമുക്ക് ക്രാക്സ് കാണും, അല്ലെങ്കിൽ ആദ്യം ബീമിൻ്റെ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു സ്ലാബിൻ്റെ ഒരു ഏരിയ ആയിരിക്കും പൊളിഞ്ഞ് വീഴുന്നുണ്ടാവുക. നമുക്കൊരു എന്താ പറയുക, ആ ബിൽഡിംഗ് മൊത്തം കൊളാപ്സ് ചെയ്യുന്ന മുമ്പ് തന്നെ അവിടെയുള്ള ജീവനുകൾ രക്ഷപ്പെടുവാനും അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുവാനും അത് സഹായിക്കും. അതുപോലെ തന്നെ ആ ബിൽഡിങ്ങിനെ ഇപ്പോൾ ഒരു ടോട്ടൽ കൊളാപ്സിൽ നിന്ന് ഒഴിവാക്കി ഒരു എന്താ പറയുക പാർട്ട് കൊളാപ്സോ അല്ലെങ്കിൽ പാർട്ടായിട്ടുള്ള ഡാമേജസിലോട്ട് മാത്രം ഒതുക്കാനും സഹായിക്കും. ഏറ്റവും വിലപ്പെട്ടത് മനുഷ്യ ജീവനാണ്. അപ്പോൾ ജീവൻ എങ്ങനെ, അത് എർത്ത് എന്ത് നാച്ചുറൽ കലാമിറ്റീസ് വന്നാലും ജീവൻ അപകടപ്പെടാത്ത രീതിയിൽ എങ്ങനെ ആ ബിൽഡിങ്ങിനെ നിർത്താം. അപ്പോൾ അതിൻ്റെ ഓരോ സ്കെയിൽ അനുസരിച്ചാണ്. ഇപ്പം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് റിക്ടർ സ്കെയിലിൽ 4, 5, 6. അപ്പോൾ ഓരോ സ്കെയിലിലുള്ള എർത്ത് ക്വേക്ക് സംഭവിക്കുമ്പോഴും ആ ബിൽഡിങ്ങിന് എന്തൊക്കെ സംഭവിക്കണം, ആ ബിൽഡിങ്ങിൽ എങ്ങനെ ആയിരിക്കണം ഫെയിലിയർ വരേണ്ടതെന്നുള്ളത് ഡിസൈനിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് സ്ട്രക്ചർ ചെയ്യുന്നുണ്ടാവുക. പലപ്പോഴും സ്ട്രക്ചറൽ ഡിസൈനിനെ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഡിസൈനറെ നമ്മൾ കൺസിഡർ ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കുന്ന സമയത്തായിരിക്കും അതിൻ്റെ ഒരു വാല്യൂ ആളുകൾ തിരിച്ചറിയുന്നുണ്ടാവുക. അപ്പം തീർച്ചയായും ഇനി നിങ്ങൾ ചെയ്യുന്നൊരു വീട് ചെറുതാവട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നൊരു ബിൽഡിംഗ് ചെറുതാവട്ടെ വലുതാവട്ടെ, അവിടെ ഒരു എക്സ്പേർട്ടായിട്ടുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഒരു കൺസൾട്ടേഷൻ എടുക്കാൻ നിങ്ങൾ ഒരിക്കലും മടിക്കരുത്. കാരണം അതിന് നിങ്ങൾ ചിലവാക്കുന്ന ഒരു എമൗണ്ട് അല്ലെങ്കിൽ അതിലോട്ട് അവർ തരുന്ന റെക്കമെൻഡേഷൻ അവിടെ ചെയ്യുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കുമ്പോൾ നമുക്ക് ചിലപ്പം ഒരു ഫ്യൂച്ചറിലോട്ട് നമ്മുടെ ഒരു വലിയൊരു ആസെറ്റായിരിക്കും അവിടെ നഷ്ടപ്പെടുന്നുണ്ടാവുക.